റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. UK-യിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിരോധിക്കണമോ എന്നതിനെപ്പറ്റി സർക്കാർ ആലോചിക്കും. ഉടനടി നടപടി വഴി സ്കൂളുകൾ പരിശോധിക്കുമ്പോൾ ഫോൺ ഉപയോഗത്തെക്കുറിച്ചുള്ള നയങ്ങൾ പരിശോധിക്കാനുള്ള അധികാരം ഓഫ്സ്റ്റെഡിന് നൽകുമെന്ന് പറഞ്ഞു. പ്രഖ്യാപനത്തിന്റെ ഫലമായി സ്കൂളുകൾ സ്വതവേ ഫോൺ രഹിതമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. 2025 ഡിസംബറിൽ ഓസ്ട്രേലിയയിലും സമാനമായ ഒരു നിരോധനം പ്രാബല്യത്തിൽ വന്നു. ലോകത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണിത്. മറ്റ് രാജ്യങ്ങളും ഇത്തരമൊരു നിയമം പരിഗണിക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. 60-ലധികം ലേബർ MPമാർ ഈ വിഷയം സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതിന് പിന്നാലെയാണ് ഇത്. കൊല്ലപ്പെട്ട കൗമാരക്കാരിയായ ബ്രിയാന ഗേയുടെ അമ്മയും സർക്കാരിനോട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദുർബലരായ കുട്ടികൾക്ക് അവരുടെ സമൂഹത്തെ കണ്ടെത്താൻ സോഷ്യൽ മീഡിയയിൽ പ്രവേശനം ആവശ്യമാണെന്ന് ചിലർ വാദിക്കുന്നു. മരണപ്പെട്ട ബ്രിയാനയുടെ അമ്മ എസ്തർ BBC-ക്ക് എഴുതിയ കത്തിലാണ് ഇത് വ്യക്തമാകുന്നത്. വളരെ ദുർബലനും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടതുമായ ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ ശക്തമായി വിയോജിക്കുന്നു. ബ്രിയാനയുടെ കാര്യത്തിൽ യഥാർത്ഥ ലോകത്തിലെ സാമൂഹിക ഇടപെടലുകളിൽ ഏർപ്പെടാനുള്ള അവളുടെ കഴിവിനെ സോഷ്യൽ മീഡിയ പരിമിതപ്പെടുത്തി. അവൾക്ക് യഥാർത്ഥ സുഹൃത്തുക്കളുണ്ടായിരുന്നു, പക്ഷെ പകരം അവൾ ഓൺലൈനിൽ ജീവിക്കാൻ തിരഞ്ഞെടുത്തു. ശാസ്ത്ര ഇന്നൊവേഷൻ ടെക്നോളജി വകുപ്പിന്റെ അഭിപ്രായത്തിൽ നിരോധനത്തിന്റെ ഫലപ്രാപ്തി നിർണ്ണയിക്കുന്നതിന് കൺസൾട്ടേഷൻ മാതാപിതാക്കൾ, യുവാക്കൾ, സിവിൽ സമൂഹം എന്നിവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടും. സോഷ്യൽ മീഡിയ നിർബന്ധിത ഉപയോഗത്തിലേക്ക് നയിക്കുന്ന ഫീച്ചറുകൾ നീക്കം ചെയ്യാനോ പരിമിതപ്പെടുത്താനോ നിർബന്ധരാകുന്ന സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ശക്തമായ പ്രായപരിശോധന നടപ്പിലാക്കാൻ കഴിയുമോ എന്നും ഇത് പരിശോധിക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുന്നു. പല ആശുപത്രികളിലും കാത്തിരിപ്പ് സമയം വഷളാകുന്നതായി റിപ്പോർട്ടുകൾ. 1 വർഷം മുമ്പ് സർക്കാർ ഇതിനുള്ള പരിഹാരങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും ഇപ്പോഴും ഇത് തന്നെയാണ് തുടരുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാൽമുട്ട്, ഇടുപ്പ് ശസ്ത്രക്രിയകൾ പോലുള്ള ചികിത്സകൾക്കായി 18 ആഴ്ച കാത്തിരിപ്പ് ലക്ഷ്യം കൈവരിക്കുക എന്നത് ആരോഗ്യ സേവനത്തിനായുള്ള ലേബർ പാർട്ടിയുടെ പ്രധാന പ്രകടന പത്രിക പ്രതിജ്ഞയായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ആശുപത്രികളെ എങ്ങനെ ട്രാക്കിലേക്ക് കൊണ്ടുവരുമെന്ന് അത് വ്യക്തമാക്കി. ദേശീയ തലത്തിൽ പുരോഗതി കൈവരിക്കുമ്പോൾ 31 ആശുപത്രി ട്രസ്റ്റുകൾ പിന്നോട്ട് പോയി. പരിശോധിച്ച 129 സേവനങ്ങളിൽ 17 എണ്ണം കാര്യമായ പുരോഗതി കൈവരിച്ചില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആശുപത്രികൾ, ജീവനക്കാരുടെ കുറവ്, ഡോക്ടർമാരുടെ പണിമുടക്കുകൾ, IT സംവിധാനങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് പല ആശുപത്രികളും റിപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക്പൂളിൽ നിന്നുള്ള 72-കാരിയായ മേരി വാട്ടർ ഹൌസ് കാത്തിരിപ്പ് കൂടുതൽ വഷളാകുന്ന ഒരു ആശുപത്രിയിൽ കാലതാമസം നേരിട്ട നിരവധി രോഗികൾ ഒരാളാണെന്ന് വ്യക്തമാക്കി. അവർക്ക് ആർത്രൈറ്റിസ് ഉണ്ടെന്നും 2022 മുതൽ ബ്ലാക്ക്പൂൾ ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റിൽ ചികിത്സയിലാണെന്നും പറഞ്ഞു. തുടക്കത്തിൽ അവർക്ക് സ്റ്റിറോയിഡ് കുത്തിവയ്പ്പുകൾ നൽകിയിരുന്നതായും എന്നാൽ 2024 അവസാനത്തോടെ അവരുടെ അവസ്ഥ വഷളായതിനാൽ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വീണ്ടും റെഫർ ചെയ്യുകയായിരുന്നു. പരിശോധനയ്ക്കായി അവർക്ക് 8 മാസം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ ആരോഗ്യം വളരെയധികം വഷളായതിനാൽ ഇരുവശത്തും ഇടുപ്പും കാൽമുട്ടും മാറ്റിവെക്കൽ ആവശ്യമാണെന്ന് പറഞ്ഞതായും ഈ വ്യക്തി റിപ്പോർട്ട് ചെയ്യുന്നു. മുൻകൂർ അറിയിപ്പില്ലാതെയുള്ള പരിശോധനകൾ, പതിവ് MOT ശൈലിയിലുള്ള പരിശോധനകൾ, ഉപകരണങ്ങൾ, നിർബന്ധ ജല കാര്യക്ഷമതാ ലേബലുകൾ എന്നിവ സർക്കാർ ജലവ്യവസായത്തിൽ വരുന്ന പരിഷ്കരണത്തിലെ പ്രധാന നടപടികൾ ഉൾപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. സ്വകാര്യവൽക്കരണത്തിന് ശേഷം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജലവ്യവസായത്തിലെ ഏറ്റവും വലിയ നവീകരണമായിട്ടാണ് സർക്കാർ ഈ നടപടികളെ വിശേഷിപ്പിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്നും വമ്പൻ കുതിപ്പ്. ഈ മാസം 1-ാം തീയതി കേരളത്തിൽ 1 പവൻ സ്വർണത്തിന്റെ വില 99,040 രൂപയായിരുന്നു. ഇന്ന് 1,80,000 രൂപയാണ് പവൻ വില. അതായത് 8,960 രൂപയുടെ മാറ്റം. ഏകദേശം 9,000 രൂപയാണ് സാരം. ആഭരണം വാങ്ങുന്നവർക്ക് വരുന്ന അനുബന്ധ ചിലവുകൾ കൂടി കൂട്ടിയാൽ വില വീണ്ടും ഉയരുമെന്നുള്ളതാണ് വിവരം. 3 ആഴ്ചയ്ക്കിടെ മാത്രമാണ് ഇത്രയും വർധനവ് എന്നത് എടുത്തു പറയണം. 1-ാം തീയതി സ്വർണം എടുത്ത് ഇന്ന് വിൽക്കുന്നവർക്ക് 9,000 രൂപ ലാഭം കിട്ടുമെന്നതും ചുരുക്കം. 2ാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങുന്ന 16-ാം സമ്മേളനത്തിൽ കേന്ദ്രവിരുദ്ധ നിലപാടുകൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരാമർശിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് പ്രതിപക്ഷം സഭയിലെത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുയർത്തി കോൺഗ്രസിനെ കടന്നാക്രമിക്കാനാകും സർക്കാർ നീക്കം. മാർച്ച് 26 വരെ നിശ്ചയിച്ചിരിക്കുന്ന 15ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഇരുമുന്നണികളും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാകുമെന്ന് ഉറപ്പ്. സർക്കാർ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വായിക്കുമോ ഇല്ലയോ എന്നുള്ളതിലാണ് ആകാംക്ഷ. വിയോജിപ്പുണ്ടെങ്കിലും എല്ലാ ഭാഗവും വായിക്കുമെന്നാണ് ലോക്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഐഷ പോറ്റി, S രാജേന്ദ്രൻ എന്നിവരുടെ CPIM ബന്ധം ഉപേക്ഷിക്കലും ഉൾപ്പെടെ ഒരുപിടി പ്രഹരശേഷിയുള്ള ആയുധങ്ങളുമായാണ് പ്രതിപക്ഷം ഇത്തവണ നിയമസഭയിലെത്തുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. റഫറിയിങ്ങും ഗോൾ നിഷേധവും വാക്കൌട്ടും പെനേൻക പിഴവും സംഘർഷവും എല്ലാം ചേർന്ന ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാടകീയ നിറഞ്ഞ ഫൈനലുകളിൽ
3 മൊറോക്കോയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴടക്കി സെനഗൽ ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് കിരീടത്തിൽ മുത്തമിട്ടു. മൊറോക്കോയിലെ റബാത്ത് വേദിയായ ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ പെപ്പെ ഗുയേയ നേടിയ ഗോളിലാണ് ആതിഥേയരെ കണ്ണീരിലാക്കി സെനഗൽ 5 വർഷത്തിനു ശേഷം ആഫ്രിക്കയുടെ ചാമ്പ്യൻ പട്ടം തിരിച്ചുപിടിച്ചത്. നിശ്ചിത സമയത്ത് ഇരു ടീമിനും ഗോൾ നേടാൻ കഴിയാതിരുന്നതിനെ തുടർന്നാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടത്. അരനൂറ്റാണ്ടിന് ശേഷം ആഫ്രിക്കൻ കിരീടം തിരിച്ചുപിടിക്കാൻ സ്വന്തം നാട്ടുകാർക്ക് മുന്നിലിറങ്ങിയ മൊറോക്കോയ്ക്ക് സുവർണാവസരമായി ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റി കിക്ക് ലഭിച്ചെങ്കിലും അവരുടെ സൂപ്പർ താരം ബർഹിം ഡിയാസ് എടുത്ത പെനേൻക കിക്ക് സെനഗൽ ഗോളിന് എഡ്വാർഡ് മെന്റി അനായാസം കൈയിലൊതുക്കി. ജയിച്ചേ തീരൂ എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ഇരു ടീമും തുടക്കം മുതലേ വൻ ആക്രമണമാണ് പുറത്തെടുത്തത്. സെനഗൽ ഗോളി എഡ്വാർഡോ മെന്റിയും മൊറോക്കൻ ഷോട്ട് സ്റ്റോപ്പർ ബോനോയും തകർപ്പൻ പ്രകടനമാണ് ക്രോസ് ബാറിന് കീഴിൽ പുറത്തെടുത്തത്. 122.36 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.